ഹായ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആനുവൽ ഫ്ലൈങ് സ്റ്റാർ ഫംഗ്ഷൻ അനുസരിച്ചിട്ട് 2024 നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനത്തിൽ, ഓഫീസിൽ, ബിൽഡിങ്ങിലൊക്കെ വരുന്ന ഓസ്പീഷ്യസ് സ്റ്റാർസ്, നല്ല സ്റ്റാർസ് എവിടെയൊക്കെയാണ്, നമുക്ക് പ്രൊമോഷൻ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ബിസിനസ്സിൽ കൂടുതൽ പ്രോസ്പെറിറ്റി കൊണ്ടുവരുന്ന, ഗുഡ് റിലേഷൻഷിപ്സ് ഒക്കെ കൊണ്ടുവരുന്ന നല്ല സ്റ്റാർസ് എവിടെയൊക്കെയാണ് എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്പർ 9 എന്ന് പറയുന്ന നല്ല സ്റ്റാർ വരുന്നത് സൗത്ത് വെസ്റ്റിലാണ്. സക്സസ്, പ്രൊമോഷൻ, മാരേജിലൊക്കെ, വെൽത്ത്, സെലിബ്രേഷൻസ്, അങ്ങനെയുള്ള കുറേ നല്ല കാര്യങ്ങൾ ലൈഫിലേക്ക് കൊണ്ടുവരുന്ന സ്റ്റാറാണ് നമ്പർ 9. അവിടുത്തെ ആനിമൽ സയൻസ്, സൗത്ത് വെസ്റ്റ് എന്ന് പറയുമ്പോൾ ഷീപ്പ് ആൻഡ് മങ്കി ആനിമൽ സയൻസിലുള്ളവർക്ക് അതിപ്പോൾ കുറച്ചുകൂടെ അവരെ ഫേവർ ചെയ്യുന്നൊരു ഇയർ ആയിരിക്കും. ഇങ്ങനെയുള്ള ഓസ്പീഷ്യസ് സംഭവങ്ങളൊക്കെ അവരുടെ ലൈഫിൽ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. മണി ഫ്രോഗ്, അല്ലെങ്കിൽ 9 ഡ്രാഗൺസ് പ്ലേക്ക്, അതും അല്ലെങ്കിൽ വെൽത്ത് ബൗൾ, നമ്മൾ കോയിൻസും ഇൻഗോട്ട്സും ഇട്ട് വയ്ക്കുന്ന വെൽത്ത് ബൗൾ, 9 ഹോഴ്സസിൻ്റെ പിക്ചർ, ഇതൊക്കെ നമ്മൾ സൗത്ത് വെസ്റ്റ് ലൊക്കേഷനിൽ വെക്കുന്നത് ഈ നമ്പർ 9 എൻഹാൻസ് ചെയ്യാനും വീട്ടിലെ ഗൃഹനാഥയുടെ ഉയർച്ചയ്ക്കും ഒക്കെ ഹെൽപ്പ് ചെയ്യും. കാരണം സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്നത് മാട്രിയാർക്കിൻ്റെ ഏരിയ ആണ്. അപ്പോൾ അവിടെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ച് അത് എൻഹാൻസ് ചെയ്യുമ്പോൾ ഈ നമ്പർ 9 ഓട്ടോമാറ്റിക്കലി എൻഹാൻസ്ഡ് ആവുകയും അത് ഈ പറഞ്ഞ ആൾക്കാർക്കൊക്കെ ഹെൽപ്പ് ചെയ്യും. വീട്ടിൽ മൊത്തത്തിൽ ഒരു ഹാപ്പി ഒക്കേഷൻസ് കൂടുതലുണ്ടാവാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അടുത്ത ഓസ്പീഷ്യസ് സ്റ്റാർ നമ്പർ 8 ആണ്. നോർത്തിലാണ് വെൽത്ത് ലക്ക് സ്റ്റാർ ആയിട്ടുള്ള നമ്പർ 8 വരുന്നത്. കൂടുതൽ പ്രോസ്പെരിറ്റി ഉണ്ടാകുന്നതിന്, കരിയർ ഗ്രോത്ത് ഉണ്ടാകുന്നതിന്, കൂടുതൽ ഇൻകം സോഴ്സസ് നമ്മുടെ വീട്ടിലേക്ക് അധിക വരുമാനങ്ങൾ വരുന്നതിന് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന നമ്പറാണ് നമ്പർ 8. അപ്പോൾ നോർത്ത് നമുക്കറിയാം, ബേസിക് ഫംഗ്ഷൻ അനുസരിച്ച് തന്നെ നോർത്ത് എന്ന് പറയുമ്പം വാട്ടറിൻ്റെ ഏരിയ ആണ്, മൂവിങ് വാട്ടറിൻ്റെ ഏരിയ ആണ്. അപ്പോൾ നമുക്ക് കൂടുതൽ ബിസിനസ് ഗ്രോത്തും കരിയർ ഗ്രോത്തും ഒക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈ വർഷം എന്ത് ചെയ്യണം? മൂവിങ് വാട്ടർ നമ്മൾ ലിവിങ് റൂമിൻ്റെ നോർത്തിൽ വയ്ക്കണം. അല്ലെങ്കിൽ വീടിൻ്റെ മൊത്തത്തിൽ വടക്ക് വശത്ത് ഏത് മുറിയാണെന്ന് നോക്കിയിട്ട് അത് ബെഡ്റൂം അല്ലെങ്കിൽ അവിടെ മൂവിങ് വാട്ടർ വയ്ക്കണം. അതിനോടൊപ്പം തന്നെ നമുക്ക് ബ്ലൂ കളറിലുള്ള ഡ്രാഗൺ സ്റ്റാച്യൂസ്, ഇവിടെ ഡ്രാഗൺ സ്റ്റാച്യൂസ് ഉണ്ട്, അത് ഗോൾഡൻ കളറാണ്. അത് തന്നെ നമുക്ക് ബ്ലൂ കളറിൽ പെയിൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഗ്രീൻ കളർ ഉള്ള ഡ്രാഗൺ സ്റ്റാച്യൂസ് ഈ വാട്ടർ ബോഡിയുടെ അടുത്ത് വയ്ക്കുമ്പോഴും നമുക്ക് വളരെയധികം വെൽത്ത് ആൻഡ് അബൻഡൻസ് ഉണ്ടാകും. കാരണം വരുന്ന ഇയർ 2024 ഇസ് എ ഡ്രാഗൺ ഇയർ എന്നുള്ളത് കൊണ്ട് തന്നെ അത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ഇനി നമ്പർ 6 ഹെവൻ സ്റ്റാർ എന്ന് പറയുന്നത് നമ്പർ 6 വരുന്നത് നോർത്ത് ഈസ്റ്റിലാണ്, വടക്ക് കിഴക്ക്. ഓക്സ് ആൻഡ് ടൈഗറിൻ്റെ ലൊക്കേഷനാണ് നോർത്ത് ഈസ്റ്റ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ആ ഹെവൻ സപ്പോർട്ട്, ഡിവൈൻ അസിസ്റ്റൻസ്, വിൻഡ്ഫോൾ ലക്ക് അല്ലെങ്കിൽ മെൻറ്റർ ലക്കൊക്കെ ഉണ്ടാവാനായിട്ടുള്ള ഒരു ലൊക്കേഷനാണ്. അപ്പോൾ കൂടുതൽ സക്സസ് ആൻഡ് മെൻറ്റർ ലക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾക്ക് ബോസിൻ്റെ സപ്പോർട്ട് അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റു ആൾക്കാർ നമ്മുടെ ലൈഫിൽ വലിയൊരു പ്രോമിനൻസ് ഉണ്ടാക്കുക, അങ്ങനെയുള്ള ഒരു ലൊക്കേഷനാണ്. അപ്പോൾ അവിടെ നമുക്കത് എൻഹാൻസ് ചെയ്യാനായിട്ട് ക്രിസ്റ്റൽ ക്ലസ്റ്റേഴ്സ് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ബ്രാസിൻ്റെ ഐറ്റംസൊക്കെ ആ ഭാഗത്ത് വയ്ക്കാം. വെൽത്ത് വാസ് അഗെയിൻ ആ ഭാഗത്ത് വയ്ക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. അടുത്തത് പ്രോസ്പെരിറ്റി ലക്ക് നമ്പർ 1 സ്റ്റാർ വരുന്നത് കിഴക്ക് വെസ്റ്റാണ്, വിക്ടറി സ്റ്റാർ. അപ്പോൾ ഈ വിക്ടറി സ്റ്റാർ എന്ന് പറയുന്നത് ഫ്യൂച്ചർ പ്രോസ്പെരിറ്റി സ്റ്റാറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോങ് ടേം വെൽത്ത് ആൻഡ് ഗുഡ് ഫോർച്യൂൺ ഉണ്ടാക്കുന്ന ഒരു സ്റ്റാർ. ഇപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും, അത് ഫ്യൂച്ചറിൽ അത് വളർന്ന് പന്തലിച്ച് വലിയൊരു എസ്റ്റാബ്ലിഷ്മെൻറ്റായി മാറണമെങ്കിൽ നമ്മൾ ഈ വിക്ടറി സ്റ്റാറിന് കുറച്ചും കൂടെ കൂടുതൽ ഫോക്കസ് കൊടുക്കണം. അപ്പോൾ അത് ഈസ്റ്റിൽ ഈ വർഷം വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് ഡ്രാഗൺ ടോട്ടോയ്സ് ആൻഡ് റൂസ്റ്റർ ഇങ്ങനെയൊക്കെയുള്ള സ്റ്റാച്യൂസ് അല്ലെങ്കിൽ വിൻഡ് ഹോഴ്സിൻ്റെ സ്റ്റാച്യൂസ്, ഹോഴ്സിൻ്റെ സ്റ്റാച്യൂസൊക്കെ നമ്മൾ ഈസ്റ്റിൽ വെക്കുന്നത് ഈ നമ്പർ 1 എൻഹാൻസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. റാബിറ്റ് ആനിമൽ സൈനിൽ ജനിച്ചവർക്കും ഈ വിൻഡ് ഹോഴ്സ് സ്റ്റാച്യു അവരുടെ ബെഡ് സൈഡ് ടേബിളിൽ വെക്കുന്നത് കുറച്ചും കൂടെ ഓസ്പീഷ്യസ് ആയിരിക്കും. ഇനി നമ്പർ 4 സ്റ്റാർ നോർത്ത് വെസ്റ്റിലാണ് നമ്പർ 4 വരുന്നത്. നമ്പർ 4 നമുക്കറിയാം എഡ്യൂക്കേഷൻ, ക്രിയേറ്റിവിറ്റി, റിലേഷൻഷിപ്പ്, ലക്ക്, റൊമാൻസ്, ലവ്, ഇതിൻ്റെയൊക്കെ ഒരു നമ്പറാണ്. അപ്പോൾ നമുക്ക് ഏത് കാര്യമാണ് നമ്മുടെ ലൈഫിൽ എൻഹാൻസ് ചെയ്യേണ്ടതെന്ന് അതിനനുസരിച്ചാണ് നമ്മൾ ഇതിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പം നോർത്ത് വെസ്റ്റിൽ ഇപ്പം ഈ കോമ്പിനേഷൻ വരുന്നത് കൊണ്ട് തന്നെ നോർത്ത് വെസ്റ്റ് എന്ന് പറഞ്ഞാൽ പാട്രിയാർക്കിൻ്റെ ഏരിയ ആണ്. അപ്പം ലീഡേഴ്സ്, ബിസിനസ് ടൈക്കൂൺസ്, അങ്ങനെയുള്ള ഓസ്പീഷ്യസ് ലൊക്കേഷൻ CEOസിനൊക്കെ കൂടുതൽ കോൺടാക്ട്സ് ഉണ്ടാകുന്നതിനും കൂടുതൽ കോൺടാക്ട്സ് വഴി അവരുടെ ഇത് ഫ്ലറിഷ് ചെയ്യുന്നതിനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. ഇനി ഈഗിൾ ആൻഡ് വിത്ത് ദി അക്കാഡമി പ്ലേക്ക് എന്നുള്ളൊരു പിക്ചർ നോർത്ത് വെസ്റ്റിൽ വെക്കുന്നത് കുട്ടികളുടെ എഡ്യൂക്കേഷന് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ മാൻഡ്രിൻ ഡക്ക് സ്റ്റാച്യു നമ്മൾ നോർത്ത് വെസ്റ്റിൽ വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ വിവാഹപ്രായം എത്തിയവരുണ്ടെങ്കിൽ അവരുടെ വിവാഹം നടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അവർ കിടക്കുന്ന ബെഡ്റൂമിന് നോർത്ത് വെസ്റ്റിൽ മാൻഡ്രിൻ ഡക്സിനെ വയ്ക്കാം, അല്ലെങ്കിൽ അവരുടെ നോർത്ത് വെസ്റ്റ് ബെഡ്റൂമിലേക്ക് മാറ്റി താമസിപ്പിക്കാം വിവാഹം നടക്കുന്നത് വരെ. കുട്ടികളെയും നോർത്ത് വെസ്റ്റ് ബെഡ്റൂമിലേക്ക് കിടത്തിയിട്ട് അവരുടെ ബെഡ് സൈഡ് ടേബിളിൽ
നമ്മൾ എഡ്യൂക്കേഷണൽ ടവറും അല്ലെങ്കിൽ കാപ്സ് ക്രോസിംഗ് ഡ്രാഗൺ ഗേറ്റ് സ്റ്റാച്ചു ഒക്കെ വയ്ക്കുന്നത് അവർക്ക് കൂടുതൽ സ്റ്റഡിയിലൊക്കെ ഉണ്ടാക്കുന്നതിന് ഹെൽപ്പ് ചെയ്യും. ഇനി റൂസ്റ്റർ ആൻഡ് ഫാൻ എന്ന് പറയുന്ന ഒരു സിമ്പിൾ, അതുപോലെ തന്നെ ആൻറ്റി ഇൻഫിഡിലിറ്റി ആമുലറ്റ് എന്ന് പറയുന്ന പിക്ചറും ഒക്കെ ബെഡ് സൈഡ് ടേബിളിൽ വെക്കുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് സ്മൂത്തായിട്ട് പോകുന്നതിനും അവർക്കിടയിൽ ഒരു തേർഡ് പാർട്ടി ഇൻ്റർവെൻഷൻ ഇല്ലാതിരിക്കുന്നതിനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. നമുക്ക് ബെഡ് സൈഡ് ടേബിളിൽ ഇതിൻ്റെ പിക്ചറിൻ്റെ പ്രിൻ്റ് എടുത്ത് വയ്ക്കാം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യമാണ് ഒരു ഫ്ലവർ വേസിൽ ഡബിൾ ഹാപ്പിനെസ് സിമ്പിളിൻ്റെ ഒരു ചെറിയ പെയിൻറ്റിങ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ പിക്ചർ കട്ട് ചെയ്ത് ഒട്ടിച്ചിട്ട് അതൊരു ഡെക്കറേറ്റീവ് പീസ് പോലെ ഇപ്പോൾ ഡെക്കോപാച്ചൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ അത് ഡിസൈനിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടും നമുക്ക് ബെഡ് സൈഡ് ടേബിളിൽ വെക്കുകയോ ബെഡ്റൂമിൽ വെക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ ഒരു ഹാർമണി റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്നതിനും ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകുന്നതിനും ഒക്കെ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കമ്മിങ് ഇയർ 2024 മനസ്സിൽ വെക്കേണ്ട നല്ല കാര്യങ്ങൾ ലൈഫിൽ ഉണ്ടാകാൻ വേണ്ടി മനസ്സിൽ വെക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ആൻഡ് വിഷ് യു ഓൾ എ വെരി ഫാബുലസ് 2024 ahead. താങ്ക് യു.